ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ മാതളി നാരങ്ങ അച്ചാർ അഥവാ ഗണപതി നാരങ്ങ കറി. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: മാതളി നാരങ്ങ ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് പോലെ വലുതൊന്നെടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കണം. ഇതിലും ചെറുതായി അരിയാം, ഇതിലും വലുതായും അറിയാം, എന്നാലും ഇതുപോലെ അരിഞ്ഞെടുക്കേണ്ടതാണ്. മാറ്റി വെച്ച് ഒരു പാനിലെടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവ. ഈ എടുക്കുന്നത് ഉലുവയാണ്, കുറച്ച് ഉലുവ. അധികം ഉലുവയായാൽ കയ്പുണ്ടാകും, അതുകൊണ്ട് അധികം ചേർക്കാൻ പാടില്ല, കുറച്ച് ചേർക്കാൻ പാടുള്ളൂ. കുറച്ച് ഉലുവ രണ്ടും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. ചൂടാക്കുമ്പോൾ നന്നായി ചൂടാക്കി എടുത്ത് ഇത് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകയാണ് ഇപ്പോൾ കാണിക്കുന്നത്: വെളുത്തുള്ളി, മുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, അച്ചാർ പൗഡർ. ഇതിലേക്ക് വേണ്ടുന്ന എണ്ണയും കൂടി വേണം. ഇതിപ്പോൾ പൊടിച്ചതാണ്, ഇപ്പോൾ നേരത്തെ വറുത്തത് പൊടിക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഒരു ഉരുളിയെടുത്ത് സ്റ്റൗവിൽ വെച്ച് കത്തിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി അത് വഴറ്റി കളർ മാറി വരുമ്പോൾ വേണം നമ്മളെ ഈ മസാല ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. വഴറ്റി കളറി മാറി വരുമ്പോൾ വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ഇട്ട് വഴറ്റി അതിനകത്തേക്ക് നമ്മൾക്ക് വേണ്ടുന്ന അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഞാൻ ചെറിയ 1.5 സ്പൂണാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇതൊക്കെ നമ്മളെ രുചിക്കനുസരിച്ച് വേണം ഇടാൻ. അറിയുന്നവർക്കാണെങ്കിൽ രുചിക്കനുസരിച്ച് ഇടാം, അല്ലെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ടിട്ടാലും മതി. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ വഴറ്റുക, വഴറ്റിയെടുക്കുക. നിങ്ങൾ ഈ നാരങ്ങ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിനകത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മാതള നാരങ്ങ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി യോജിപ്പിക്കണം. നന്നായി യോജിപ്പിക്കുക. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കി നല്ല രുചിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണേ. എന്തായാലും അറിയിക്കും. നല്ല ടേസ്റ്റാണ്, നല്ല രുചി, നല്ല അടിപൊളി ആണ് മാതള നാരങ്ങ അച്ചാർ. ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലാകുകയുള്ളൂ. അതുപോലെ നന്നായി യോജിപ്പിക്കുക. ഇത് ഔഷധ ഗുണമുള്ള ഒരു സാധനം കൂടിയാണ്. അച്ചാറാക്കി വീട്ടിൽ വെച്ചാൽ ദിവസം കുറച്ച് കഴിക്കുന്നത്. വിനാഗിറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പുളിയല്ലേ ചേർക്കുന്നുള്ളൂ.
പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായവും ചേർത്തിട്ടുള്ള മിശ്രിതം അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് അച്ചാർ പൊടിയാണ്. മംഗള അച്ചാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ പൊടി വാങ്ങിച്ച് ചേർക്കാവുന്നതാണ്. അച്ചാർ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. 1 2 സ്പൂൺ 3 സ്പൂൺ 4 സ്പൂൺ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളമാണോ നിങ്ങളുടെ നാരങ്ങയുടെ വലിപ്പം അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കുക. കൂടുതലിട്ട് കഴിഞ്ഞാലും രുചി കിട്ടത്തില്ല. കുറഞ്ഞു പോയാൽ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് ടേസ്റ്റ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ നന്നായി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ 2 ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത് വയ്ക്കണം. അത് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. ഈ സമയത്ത് പുളി ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നല്ല തീയിലാക്കാൻ വേണ്ടി പാടില്ല. അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മീഡിയത്തിനാണ് കുറച്ചും കൂടി കൂടുതൽ കൂട്ടി വെച്ചിട്ട് ആക്കാവുന്നതാണ്. ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നല്ല രുചിയാണ്. ഈ തിങ്ങിനി ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. അതിനകത്ത് ഇനി വേണ്ടുന്ന വെള്ളം. ഞാൻ 3 ആണി വെള്ളം എടുത്തിട്ടുണ്ട്. 3 കട്ട വെള്ളം. ഒരു 100-150 വെള്ളം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ വെള്ളം പൊടിച്ചതിലിട്ട് നന്നായി യോജിപ്പിക്കുകയാണ്. അതിന് കുറച്ച് സമയം എടുക്കും. ചെറുതീയിലായതുകൊണ്ട് അധികം വെന്ത് പോകത്തില്ല. അധികം വേവാനും പാടില്ല. എന്നാൽ വേവും കൂടി വേണം. ആ ടൈപ്പ് വേണം ഇതാക്കിയെടുക്കാൻ. നല്ലോണം യോജിപ്പിച്ച് ഇതിൽ ലയിപ്പിക്കുകയാണ്. വെള്ളം ഉടഞ്ഞില്ല, അതാണ് കാണിച്ചത്. വെള്ളം ഉടഞ്ഞില്ല. അങ്ങോട്ട് ഒരു കഷ്ണം കൂടി കിട്ടിയെന്ന് തോന്നുന്നു. വീണ്ടും കാണിക്കുകയാണ്. വെള്ളം ഉടയാത്തതുകൊണ്ട് കാണിക്കുകയാണ്. നന്നായി ലയിപ്പിച്ചാൽ അതൊക്കെ ക്ലിയറാവും. നമുക്ക് പുളിവെള്ളം കൂടി ചേർക്കാനുണ്ടല്ലോ. നേരത്തെ കുറച്ച് സമയത്ത് ഇട്ട് വെച്ച പുളി റെഡി ആയിട്ടുണ്ടാവും. അത് ശരിക്കും മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ കിടിലം അച്ചാർ നാരങ്ങാക്കറി റെഡി. അത് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം നന്നായി കലക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ മാക്കണം. പൊടിയും ഉപ്പുമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കായും അതുപോലെ തന്നെ അധികമായാൽ, കായും ഉലുവയൊക്കെ അധികമായാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. കറക്റ്റായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കായം കുറഞ്ഞാൽ ലാസ്റ്റ് ചേർക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊന്ന് യോജിപ്പിച്ച് വൃത്തിയിലൊരു തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. കാണുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ.
കറക്റ്റായിട്ട് എരിവുണ്ട്, പുളിയുണ്ട്. കുറച്ച് കായം കുറവുണ്ട്, അതുകൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കായം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. ഗെയ്സ്, ഇതുപോലെ ആക്കി നിങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും, എന്നിട്ട് അഭിപ്രായം നിങ്ങളോട് പറയും. ഗെയ്സ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഗെയ്സ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗെയ്സ്, ഇതാ കയ്യിലേക്ക് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കയ്യിലിട്ടിട്ടുണ്ട്. അമ്പടാ, അടിപൊളി, സൂപ്പർ, പൊളിച്ചു കേട്ടോ. ഇതുപോലെ നിങ്ങളാക്കി വെക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഒരു ലൈക്കും എനിക്ക് തരണം. ബായ്.